ചില ശബ്ദങ്ങൾ പറയുമ്പോൾ നാവിന്റെ അറ്റം വായ്ക്കുള്ളിലെ ഒരു പ്രത്യേക സ്ഥലത്ത് സ്പർശിക്കണം. ഈ ഉപകരണം അത് എവിടെയാണെന്നു നാവിലൂടെ അനുഭവിക്കാൻ സഹായിക്കും. ഇവ പറയുമ്പോൾ നാവിന്റെ അറ്റം മുകളിലെ മുൻപത്തെ പല്ലുകൾക്കു ജസ്റ്റ് പിന്നിലെ ചെറിയ തട്ടിൽ ആൽവേയോളർ റിഡ്ജ് സ്പർശിക്കണം. ഉപകരണത്തിന്റെ നടുവിൽ ഒരു ചെറിയ പൊക്കം കുറഞ്ഞ കുഴി പോലുള്ള ഭാഗം കാണാം. അതിൽ തന്നെയാണ് നാവിന്റെ അറ്റം വെക്കേണ്ടത്. നാവിന്റെ അറ്റം അങ്ങനെയിട്ട് 5 മുതൽ 10 സെക്കൻഡ് വരെ പിടിച്ചു നിർത്താൻ പറയുക. ഇതിലൂടെ നാവിന്റെ സ്ഥാനം മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും കഴിയും. ഇത് ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം പട്ടാർ, ടാഷ്, ഹല പോലുള്ള ശബ്ദങ്ങൾ വേർതിരിച്ച് അഭ്യസിക്കാം. ടർ ശബ്ദം പറയുമ്പോൾ നാവിന്റെ അറ്റം കുഴിയിൽ വെച്ച് ഉപകരണം തട്ടിന് അവധേ പിന്നിൽ വെച്ച് നാവ് വേഗത്തിൽ വിട്ടിട്ട് എന്ന് പറയുക. ഠ ഠ ഠ ഠ ഠ. പിന്നെ ആട്ട്, ഈട്ട്, ഓട്ട് പോലുള്ള സ്വരകൂട്ടുകളും തെ ഉ തെ ഉ തെ ഉ തെ ഉ തെ എയ്ത്ത് എയ്ത്ത് ഈട്ട് ഈട്ട് പ ഠ പ ഠ. തുടർന്ന് യഥാർത്ഥ വാക്കുകൾ, വാക്യങ്ങൾ, ഒടുവിൽ സാധാരണ സംഭാഷണം വരെ എളുപ്പത്തിൽ നീങ്ങാം. കണ്ണാടി മുൻപിൽ അഭ്യസിക്കുന്നത് നാവിന്റെ സ്ഥാനം കാണാൻ സഹായിക്കും. വേഗത്തിലാക്കാതെ ശരിയായി പറയുന്നത് പ്രാധാന്യം കൊടുക്കണം. കുട്ടികളുമായി കളി രീതിയിൽ ചെറിയ ചെറിയ സമയം മാത്രം പ്രാക്ടീസ് ചെയ്താൽ അത് കൂടുതൽ ഫലപ്രദമാകും. ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും ഉപകരണം ശുദ്ധമായി കഴുകണം.